നമസ്കാരം. പ്രധാന വാർത്തകൾ. കുന്നംകുളം കസ്റ്റഡി മർദ്ദനം. സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധം. പോലീസിലെ ക്രിമിനലുകളെ പിരിച്ചുവിടണമെന്ന ആവശ്യം. ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയമെന്ന് നേതാക്കൾ. പോലീസിനെതിരെ കൂടുതൽ ആരോപണവുമായി KPCC വക്താവ് സന്ദീപ് വാര്യർ. BJP പ്രാദേശിക നേതാവിനെ ക്രൂരമായി മർദ്ദിച്ച കേസ് പോലീസ് പണം നൽകി അട്ടിമറിച്ചെന്ന് ആരോപണം. കൊരട്ടിയിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിൽ മകൻ അച്ഛനെ കുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് ആറ്റപ്പാടം എലിസബത്ത് നഗറിൽ കരിയാട്ടി ജോയ്. മകൻ ക്രിസ്റ്റി അറസ്റ്റിൽ. തൃശൂർ കേച്ചേരിയിൽ KSRTC കണ്ടക്ടർക്ക് സ്വകാര്യ ബസ് കണ്ടക്ടറുടെ ക്രൂരമർദ്ദനം. ഒറ്റപ്പാലത്ത് വാഹനാപകടത്തിൽ 4 പേർക്ക് പരിക്ക്. ഷൊർണൂർ കുളപ്പുള്ളി റോഡ് തകർച്ച. കോൺഗ്രസ് പ്രവർത്തകർ ഷൊർണൂർ PWD അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു. പാതയുടെ തകർച്ചയ്ക്കും പൊടിശല്യത്തിനും ഉടൻ പരിഹാരം കാണണമെന്ന് ആവശ്യം. സമരം അവസാനിപ്പിച്ചത് വ്യാഴാഴ്ച പ്രവൃത്തി ആരംഭിക്കുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയ ഉറപ്പിനെ തുടർന്ന്. ഒറ്റപ്പാലം നഗരസഭയിലെ അന്തിമ വോട്ടർ പട്ടികയിൽ കരട് പട്ടികയിലേക്കാൾ ക്രമക്കേടുകളെന്ന് മുസ്ലിം ലീഗ്. കരട് പട്ടിക പ്രസിദ്ധീകരിച്ച വേളയിൽ ചൂണ്ടിക്കാട്ടിയ ന്യൂനതകൾ ഒന്നും പരിഹരിച്ചില്ല. നഗരസഭാ സെക്രട്ടറി CPM-ന് വേണ്ടി വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിയെന്നും ആരോപണം. മണ്ണൂരിൽ താൽക്കാലിക ജീവനക്കാരുടെ വേതനം വെട്ടിക്കുറച്ച നടപടിയിൽ ദുരൂഹത ആരോപിച്ച് ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ UDF മെമ്പർമാരുടെ പ്രതിഷേധം. അമീബിക് മസ്തിഷ്ക ജ്വരം. പാലക്കാട് ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം. ജില്ലയിൽ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ജാഗ്രത അനിവാര്യമെന്ന് ആരോഗ്യവകുപ്പ്. സ്വയം ചികിത്സ അരുത്. പനി ലക്ഷണം ഉൾപ്പെടെ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ സേവനം തേടണം. വെള്ളം കെട്ടിക്കിടക്കുന്നതും ശുദ്ധീകരിക്കാത്തതുമായ ജലാശയങ്ങളിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. വാർത്തകൾ വിശദമായി. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ നടത്തുന്ന ജനകീയ പ്രതിഷേധ സദസ്സിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കുന്നംകുളത്ത് നടന്നു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സുജിത്തിനെ മർദ്ദിച്ച 5-അംഗ പോലീസ് സംഘത്തിലെ SI നൂഹ്മാനെ അൺമാൻ എന്നാണ് വിളിക്കേണ്ടതെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. സുജിത്തിനെ മർദ്ദിച്ച 5 പോലീസുകാരെയും സർവീസിൽ നിന്ന് പുറത്താക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറായില്ലെങ്കിൽ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യുക അവരെ പിരിച്ചുവിടുക എന്ന നടപടിയാകുമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. ആദ്യം കേരള സർക്കാർ, പുതിയ സർക്കാർ തീരുമാനിക്കുന്ന ആദ്യത്തെ തീരുമാനം സുജിത്തിനെ ആക്രമിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതായിരിക്കും. അതിന് ഞങ്ങൾക്ക് അവസരം തരണോ? മുഖ്യമന്ത്രി അറിയില്ല. നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പൊ ഞാൻ സ്ഥിതിക്ക് സംസാരിക്കുകയായിരുന്നു. നിയമസഭയും ഈ വിഷയം ഗൗരവത്തിൽ കൊണ്ടുവരും. 15-ാം തീയതി കേരള നിയമസഭ ചേരുകയാണ്. മുഖ്യമന്ത്രി ഇപ്പം തടി രക്ഷിക്കാൻ വേണ്ടിയാണ് ഒരു സസ്പെൻഷൻ ശിക്ഷയല്ല. സസ്പെൻഡ് ചെയ്യുന്നപ്പോഴാണ് ഒരു അന്വേഷണത്തിനാണ് സസ്പെൻഷൻ. ഇവിടെ അന്വേഷണം നടന്നു കഴിഞ്ഞു. അന്വേഷണ സമയത്ത് അവരെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയുള്ള സസ്പെൻഷൻ ആണെങ്കിൽ അന്വേഷണം നടന്നു കഴിഞ്ഞു, അന്വേഷണ റിപ്പോർട്ടുണ്ട്. അപ്പൊ ചെയ്യേണ്ടത് എന്താണ്? മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? സംസ്ഥാന വ്യാപകമായി എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലും കോൺഗ്രസ് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ അകാരണമായി മർദ്ദിച്ച പോലീസുകാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ഷൊർണൂരിൽ കോൺഗ്രസിന്റെ ജനകീയ പ്രതിഷേധ സദസ്സ് DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളുടെ പേര് മാറ്റണം. ഇന്ന് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ ഇന്ന് ഇടിമൈത്രി പോലീസായി മാറിയിരിക്കുകയാണ്. ഇന്ന് ഒരു പരാതിക്കാരൻ ചെന്നു കഴിഞ്ഞാൽ ആ പരാതിക്കാരൻ ഒരു ആവലാതി പോലീസിനെ ബോധ്യപ്പെടുത്താൽ അത് കേൾക്കാനുള്ള സമയം, അത് കേൾക്കാനുള്ള മനസ്സ് ഇന്ന് കേരളത്തിലെ പോലീസിന് ഇല്ലാതെയായി മാറിയിരിക്കുകയാണ്. എന്താണ് സുജിത്ത് ചെയ്ത തെറ്റ്? സുജിത്ത് എന്ന ചെറുപ്പക്കാരൻ വളരെ നല്ല രീതിയിൽ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഞാനുമായൊക്കെ കുറെ കാലങ്ങളായി ബന്ധം നിൽക്കുന്ന ആളുകളാണ്. യൂത്ത് കോൺഗ്രസിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റായിരുന്ന OJ ജനീഷിന്റെ കൂടെ എല്ലാ സമരമുഖങ്ങളിലേക്കും ശക്തമായി നിൽക്കുന്ന ചെറുപ്പക്കാരനാണ്. ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ജനകീയ പ്രതിരോധ സദസ്സ് സംഘടിപ്പിച്ചത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ K കൃഷ്ണകുമാർ, VKP വിജയനുണ്ണി, VK ശ്രീകൃഷ്ണൻ, TY ഷിഹാബുദ്ദീൻ, വിജയ് പ്രകാശ് ശങ്കർ, ദാസ് ശങ്കർ, കൃഷ്ണദാസ്, പ്രവീൺ, ശ്രീകലാരാജൻ, ശാന്ത, ഷീജ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പോലീസിന്റെ ലോക്കപ്പ് മർദ്ദനങ്ങൾക്കും രാഷ്ട്രീയ പക്ഷപാതത്തിനും അതിക്രമങ്ങൾക്കുമെതിരെ ശക്തമായ താക്കീത് നൽകി തരൂർ
ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടായി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പ്രതിഷേധ ധർണ DCC സെക്രട്ടറി അഡ്വക്കേറ്റ് തോലന്നൂർ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. തോന്നിയവൻ വഴി കൂടെ പോണവനൊക്കെ വന്ന് തല്ലുന്ന ഒരു ഏർപ്പാടുണ്ടാക്കുന്നു. അടിച്ച് ചെവി കുറ്റി പൊട്ടി കാഴ്ച കുറവ് സംഭവിച്ചിരിക്കുന്നു. അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഈ നീണ്ട പോരാട്ടത്തിനൊടുവിൽ, അല്ലാണ്ട് ഇന്നലെ തുടങ്ങിയതല്ല, വിവരാശ നിയമം കൊണ്ടുവന്നത് ഇന്റർനാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യയിൽ. ആ വിവരാശ നിയമപ്രകാരം ആ സ്റ്റേഷനിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് എന്താണ് എന്ന് വ്യക്തമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഈ വിവരാശ നിയമം എന്നുള്ള വസ്തു ഇവിടെ കൊണ്ടുവന്നത്. പ്രതിഷേധ ധർണ DCC സെക്രട്ടറി അഡ്വക്കേറ്റ് തോലന്നൂർ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടായി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് P. ബാലൻ, പെരിങ്ങോട്ടുകുറിശി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് ചൂലന്നൂർ, കോൺഗ്രസ് നേതാക്കളായ K. സോമകുമാരൻ, സുരേന്ദ്രൻ തരൂർ, PP. സുധ എന്നിവർ സംസാരിച്ചു. NK ശശിധരൻ, AR ശാന്തകുമാർ, PR. രമേശ്, A. സുലൈമാൻ, MK സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. കുത്തന്നൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഹരിദാസൻ സ്വാഗതവും കുത്തന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PT. സഹദേവൻ നന്ദിയും പറഞ്ഞു. കോട്ടായി ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രതിഷേധ മാർച്ച് സ്റ്റേഷൻ പരിസരത്ത് പോലീസ് തടഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. BJP പ്രാദേശിക നേതാവിനെ ക്രൂരമായി മർദ്ദിച്ച കേസ് പോലീസ് പണം നൽകി അട്ടിമറിച്ചെന്ന് KPCC വക്താവ് സന്ദീപ് വാര്യർ. 2018 അന്നത്തെ കുന്നംകുളം SI ആയിരുന്ന ഇപ്പോഴത്തെ വടക്കാഞ്ചേരി CI ഉൾപ്പെടെയുള്ള പോലീസുകാർക്കെതിരെയായിരുന്നു കേസ്. ഈ കേസ് 10 ലക്ഷം രൂപ നൽകി പോലീസ് ഒത്തുതീർപ്പാക്കിയെന്ന് സന്ദീപ് വാര്യർ ആരോപിച്ചു. ഇക്കാര്യത്തിൽ BJP മറുപടി പറയണം. സമരം ചെയ്യുന്നവരെ പോലീസ് വേട്ടയാടുകയാണെന്നും സന്ദീപ് വാര്യർ കൂട്ടിച്ചേർത്തു. ഇന്നലെ കുന്നംകുളം നഗരസഭയിൽ BJPയുടെ കൗൺസിലർ ബിനു പ്രസാദ്, അദ്ദേഹം കൗൺസിൽ യോഗത്തിൽ തന്നെ പറഞ്ഞു, 10 ലക്ഷം രൂപ BJP നേതൃത്വം വാങ്ങി BJPയുടെ മുൻ മുനിസിപ്പൽ പ്രസിഡന്റിന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട ക്രൂരമായിട്ടുള്ള മർദ്ദനം, അതുമായി ബന്ധപ്പെട്ട കേസ് ഒത്തുതീർപ്പാക്കിയെന്ന് ഇന്നലെ ഉത്തരവാദിത്തപ്പെട്ടൊരു ജനപ്രതിനിധി, BJPയുടെ ജനപ്രതിനിധി കുന്നംകുളം നഗരസഭയ്ക്കകത്ത് കൗൺസിൽ യോഗത്തിൽ വെച്ച് പറയുണ്ടായി. UDFിൻ്റെ അംഗങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു, BJP പണം വാങ്ങി എന്ന് തന്നെയാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നിലപാട് മാറ്റാൻ തയ്യാറായില്ല. 10 ലക്ഷം രൂപ വാങ്ങി കേസ് ഒത്തുതീർപ്പാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇത് കേവലമായിട്ടുള്ളൊരു ആരോപണമല്ല. BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി തന്നെ ഒരു പരാതി BJPയുടെ പ്രാദേശിക നേതാവിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ 3ാം മുറയ്ക്ക് വിധേയമാക്കിയ സംഭവത്തിലെ കേസ് ഒത്തുതീർപ്പാക്കി എന്ന് പരസ്യമായി പറയുകയാണ് ചെയ്തത്. യൂത്ത് കോൺഗ്രസ് ചെവന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ അകാരണമായി മർദ്ദിച്ച പോലീസിന്റെ മൃഗീയതയ്ക്കെതിരെ വളത്തൂർ നഗർ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ സദസ്സ് നടത്തി. KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. സസ്പെൻഷൻ നൽകിയാലൊന്നും ഞങ്ങൾ അടങ്ങില്ല. സസ്പെൻഷൻ നൽകി ഇവനെയൊക്കെ സംരക്ഷിക്കാമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ, പിണറായി വിജയൻ അങ്ങനെ കരുതിയിട്ടുണ്ടെങ്കിൽ ഒരു സസ്പെൻഷൻ കൊണ്ട് പിന്മാറുമെന്ന് മിസ്റ്റർ പിണറായി വിജയൻ താങ്കൾ കരുതേണ്ട. അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് ഈ തെരുവിലൂടെ നടത്തിക്കുന്നത് വരെ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ പ്രസാദ് ആറ്റൂർ, നാരായണൻകുട്ടി, OU ബഷീർ, മഹേഷ് വെളുത്തിടത്ത്, മുസ്തഫ വരവൂർ, പ്രേമൻ ദേശമംഗലം, മുസ്തഫ തലശ്ശേരി, തമ്പിവടി തുടങ്ങിയ നിരവധി നേതാക്കൾ സംസാരിച്ചു. വള്ളത്തോൾ നഗർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് AM മുഹമ്മദ് ഇക്ബാൽ സ്വാഗതവും മായ ഉദയൻ നന്ദിയും പറഞ്ഞു. നിരവധി പോലീസുകാർ സ്റ്റേഷനു മുന്നിൽ തമ്പടിച്ചു നിന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച പോലീസുകാരനെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് മണ്ണൂർ, മങ്കര, പറളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലും പ്രതിഷേധം. ആവശ്യമുന്നയിച്ച് കോൺഗ്രസ് പ്രവർത്തകർ മങ്കര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മണ്ണൂർ, മങ്കര, പറളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പ്രവർത്തകർ മങ്കര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. സ്റ്റേഷന് സമീപം 100 മീറ്റർ അകലെ വെച്ച് CI A. പ്രതാപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബാരിക്കേഡ് വെച്ച് മാർച്ച് തടഞ്ഞു.
പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ തോതിൽ ഉന്തുതള്ളുമുണ്ടായി. നേതാക്കൾ ഇടപെട്ട് പരിഹരിക്കുകയായിരുന്നു. DCC അംഗം P. സ്വാമിനാഥൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഗതികേടിലുള്ള ഒരുപാട് പോലീസുകാരുണ്ട്. അപ്പം എന്നോട് എൻ്റെ ഈ അടുത്ത ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞു, പണ്ടൊക്കെ രാഷ്ട്രീയക്കാരെടുത്ത് പോയിരുന്നു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലീസിനുമായിട്ട് ബന്ധപ്പെടാൻ. ഇന്ന് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. മന്ത്രി 10 ലക്ഷം അത്ര മാസപ്പടി കൊടുക്കുന്നത് ഒരു മാഫിയ. അയാൾ പറഞ്ഞതാണ് ആ പ്രദേശത്ത് നടക്കുള്ളൂ, ആ ജില്ലയിലെ പോലീസ് നടക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചില മാഫിയകളുടെ കീഴിലാണ് കേരള പോലീസിനെ സംബന്ധിച്ച് നമ്മൾ എത്ര അഭിമാന പുരസ്സരം സംസാരിച്ചിരുന്ന ആളുകളാണ്. സ്കോട്ട്ലാൻഡ് യാർഡിലെ വെല്ലുന്ന തരത്തിലുള്ള അന്വേഷണ മികവുള്ള പോലീസ്. മങ്കര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് N. അച്യുതൻകുട്ടി അധ്യക്ഷനായി. പർലി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C. വിനയൻ, ജിത്തു, ഷംസുദ്ദീൻ ശങ്കര, സുഭാഷ്, അബ്ദുള്ള, സുബൈർ കല്ലൂർ, ഹക്കീം പർലി, VM അബൂബക്കർ, സുമംഗല, സുഭദ്ര തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PK അശ്വജിത്ത് സ്വാഗതവും പർലി മണ്ഡലം പ്രസിഡന്റ് ഗുരുവായൂരപ്പൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുന്നംകുളത്ത് നടന്ന കോൺഗ്രസ് പ്രതിഷേധ സദസ്സിനിടെ സുജിത്തിന് തന്റെ കഴുത്തിലെ സ്വർണ്ണമാല ഊരി നൽകി തൃശൂർ DCC പ്രസിഡന്റ്. 15-ന് വിവാഹിതനാകുന്ന സുജിത്തിന് തന്റെ 2 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിൽ വേദിയിൽ വെച്ച് സമ്മാനിച്ചത്. പ്രസംഗത്തിനിടെ TN പ്രതാപൻ ഇക്കാര്യം സൂചിപ്പിച്ചപ്പോൾ തന്നെ വേദിയിലിരുന്ന ജോസഫ് ടാജറ്റ് എഴുന്നേറ്റ് വേദിയിൽ തന്നെ ഉണ്ടായിരുന്ന സുജിത്തിൻ്റെ കഴുത്തിൽ മാലയിടുകയായിരുന്നു. വൻ കയ്യടിയോടെയാണ് വേദിയിലുള്ളവരും സദസ്സിലുള്ളവരും ഇക്കാര്യം സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയ KC വേണുഗോപാൽ സുജിത്തിന് സ്വർണ്ണമോതിരം സമ്മാനമായി നൽകിയിരുന്നു. നിയമപോരാട്ടത്തിന് സുജിത്തിനൊപ്പം നിന്ന വർഗീസ് ചൊവ്വന്നൂരിന് DCC എക്സിക്യൂട്ടീവ് സ്ഥാനം കൂടി നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് യോഗത്തിൽ നടത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാവോയിസ്റ്റുകളുടെ പേരിൽ കത്ത്. കസ്റ്റഡി മർദ്ദനത്തിന്റെ പശ്ചാത്തലത്തിൽ പണി തീർക്കും എന്ന് മുന്നറിയിപ്പ് നൽകുന്ന കത്താണ് സ്റ്റേഷനിൽ ലഭിച്ചത്. രാധാകൃഷ്ണൻ എന്ന ആളാണ് കത്ത് എഴുതിയതെന്ന് പോലീസ് വ്യക്തമാക്കി. എന്നാൽ മാവോയിസ്റ്റ് സംഘടനയുമായി ഇയാൾക്ക് ബന്ധമില്ലെന്നും ഭീഷണിക്കത്തുമായി ബന്ധപ്പെട്ട കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചു. അതേസമയം കത്തയച്ച ആൾക്ക് മാനസിക പ്രശ്നമുള്ളതായി സംശയമുണ്ടെന്നും മുമ്പും സമാനമായ രീതിയിൽ കത്തുകൾ അയച്ചിട്ടുള്ള ആളാണെന്നും കമ്മീഷണർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലം നഗരസഭയിലെ അന്തിമ വോട്ടർ പട്ടികയിൽ കരട് വോട്ടർ പട്ടികയിലേക്കാൾ ക്രമക്കേടുകളെന്ന ആരോപണം. മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയാണ് ആരോപണവുമായി രംഗത്ത് വന്നത്. CPM-ന് വേണ്ടി നഗരസഭാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിയതെന്ന് ലീഗ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മാസങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയേക്കാൾ ക്രമവിരുദ്ധമാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അന്തിമ വോട്ടർ പട്ടിക എന്ന ആരോപണവുമായാണ് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി രംഗത്തുള്ളത്. കരട് പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ചൂണ്ടിക്കാട്ടിയ ന്യൂനതകളൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. വാർഡുകളിൽ സ്ഥിരതാമസക്കാരല്ലാത്തവരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനായി അപേക്ഷ നൽകിയിട്ടും നാമമാത്രമായവരെ മാത്രമേ നീക്കിയിട്ടുള്ളൂ. ഇത് CPM-നെ സഹായിക്കാനാണെന്നും മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് PMA ജലീൽ പറഞ്ഞു. വീട്ടു നമ്പർ ഉണ്ടായിട്ടും 0 ചേർത്തത് വോട്ടർമാരെ കണ്ടെത്താതിരിക്കാനാണെന്നും നഗരസഭയിലെ വാസഗൃഹങ്ങളുടെ യഥാർത്ഥ കണക്കുകൾ മറച്ചുവെച്ചുകൊണ്ടാണ് വാർഡ് വിഭജനം നടത്തിയതെന്നും CPM-നെ സഹായിക്കുന്ന നഗരസഭാ സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കണമെന്നും ജലീൽ ആവശ്യപ്പെട്ടു. അപ്പോൾ അത് കൃത്രിമമാണ്, അത് ചെയ്യാൻ പാടില്ല. ഒഴിവാക്കിയില്ല മാത്രമല്ല, പല ഭാഗത്ത് വോട്ടർമാർ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന ചില വാർഡുകൾ ഒറ്റപ്പാലത്തുണ്ട്. ഈ വാർഡുകളിലേക്ക് ഒറ്റപ്പാലം നഗരസഭയുടെ വിവിധ ഭാഗത്തെ ആൾക്കാരെ കൊണ്ട് ചേർക്കാൻ പറ്റും. അത് തെരഞ്ഞെടുപ്പ് കൃത്രിമല്ലേ? ഇതേ സ്വഭാവമാണ് ഈ CPM-ന് മൃഗീയ ഭൂരിപക്ഷമുള്ള ഭാഗങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ അവർക്ക് ജയിക്കുകയും വിജയത്തിന് തടസ്സമില്ലാത്ത ഭാഗത്ത് വോട്ടർമാരെ ഇവിടെ കൊണ്ട് ചേർക്കും. അതിന് നഗരസഭാ സെക്രട്ടറി ഈ കൂട്ടിന്ന് കൊടുക്കും. ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ്. ഇതിനെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നഗരസഭാ സെക്രട്ടറിക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. വാർത്താ സമ്മേളനത്തിൽ ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം PP മുഹമ്മദ് കാസിം, മാമുകോയ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കുളപ്പുള്ളി ഷൊർണൂർ പാതയുടെ ശോചനീയാവസ്ഥയും പൊടിശല്യവും ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ ഷൊർണൂരിൽ PWD അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു. ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വ്യാഴാഴ്ച വൈകിട്ടോടെ പ്രവൃത്തികൾ ആരംഭിക്കാമെന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയ ഉറപ്പിനെ തുടർന്നാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധം അവസാനിപ്പിച്ചത്.
കുളപ്പള്ളി ഷൊർണൂർ പാതയെ ചൊല്ലി പ്രതിഷേധങ്ങൾ അവസാനിക്കുന്നില്ല. വിട്ടൊഴിയാതെ വീണ്ടും പ്രതിഷേധമായിരുന്നു. കുളപ്പള്ളി ഷൊർണൂർ പാതയിലെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കുക, നിലവിലെ പൊടിശല്യത്തിന് ഉടൻ പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് കോൺഗ്രസ് നേതാക്കൾ ഷൊർണൂർ PWD അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഓഫീസിലെത്തി ഉപരോധിച്ച് പ്രതിഷേധം അറിയിച്ചു. നേരത്തെ പലതവണ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഷൊർണൂർ MLA പാതയുടെ അറ്റകുറ്റപ്പണികൾക്കായി 25 ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓണത്തിനു മുൻപ് അധികൃതർ കുഴികളടയ്ക്കുന്ന പ്രവൃത്തികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. പാതയിലെ അറ്റകുറ്റപ്പണികൾ ഓണത്തിനു മുൻപ് തന്നെ ചെയ്തു തീർക്കുമെന്ന് PWD അധികൃതർ നേരത്തെ അറിയിക്കുകയും എന്നാൽ ഓണം കഴിഞ്ഞിട്ടും പ്രവൃത്തികൾ വീണ്ടും ആരംഭിക്കാത്തതിനെതിരെയാണ് കോൺഗ്രസ് നേതാക്കൾ വീണ്ടും പ്രതിഷേധം അറിയിച്ചത്. പാതയിലെ പല ഭാഗങ്ങളിലും നിലവിൽ പൊടിശല്യം രൂക്ഷമായിരിക്കുകയാണ്. ഇതേ തുടർന്ന് വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുകയാണ്. വിദ്യാർത്ഥികൾ, കാൽനടയാത്രക്കാർ, മറ്റു വാഹനയാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ പൊടിശല്യം മൂലം ഏറെ പ്രയാസത്തിലാണ്. ഇതിനൊരു പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് നേതാക്കൾ വീണ്ടും പ്രതിഷേധം അറിയിച്ചത്. ഓണത്തിന് മുമ്പ് ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഉറപ്പ് തന്നാണ്. ഓണം കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച പിന്നിട്ടിട്ടും ഈ റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. റോഡിലൂടെ പൊടി വാരിക്കൊണ്ട് വിദ്യാർത്ഥികൾക്കും കാൽനടയാത്രക്കാർക്കും ബൈക്കുകാർക്കും ആ പരിസരമുള്ള കടക്കാർക്കും തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യം, വഴി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം, യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം നിലയ്ക്കുകയാണ്. ഈ സാഹചര്യം കണക്കിലെടുത്ത് ഞങ്ങൾ ഇന്നിവിടെ ഉദ്യോഗസ്ഥന്മാരെ ഈ കാര്യം ധരിപ്പിച്ചു. ഞങ്ങളൊരു പ്രക്ഷോഭത്തിലേക്ക് കടന്നില്ല. ബഹുമാനപ്പെട്ട PWD റോഡ്സ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഞങ്ങൾക്ക് വാക്ക് തന്നു. വ്യാഴാഴ്ച വൈകിട്ടോടെ പ്രവൃത്തികൾ ആരംഭിക്കാമെന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയ ഉറപ്പിനെ തുടർന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഉപരോധം അവസാനിപ്പിച്ചത്. അതേസമയം പ്രവൃത്തികൾ ആരംഭിച്ചില്ലെങ്കിൽ കൂടുതൽ സമരപരിപാടികളിലേക്ക് കടക്കും. TK ബഷീർ, K കൃഷ്ണകുമാർ, VK ശ്രീകൃഷ്ണൻ, TH ഫിറോസ് ബാബു, TY ഷിഹാബുദ്ദീൻ, വിജയ് പ്രകാശ് ശങ്കർ, ശിവപ്രകാശൻ, VKP വിജയനുണ്ണി തുടങ്ങിയവർ ഉപരോധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ കൊരട്ടിയിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് മകൻ അച്ഛനെ കുത്തിക്കൊന്നു. ആറ്റപ്പാടം എലിസബത്ത് നഗറിൽ കരിയാട്ടി ജോയ് എന്ന 57 വയസ്സുകാരനാണ് കുത്തേറ്റ് മരിച്ചത്. മകൻ ക്രിസ്റ്റിയെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ രാത്രി 11 മണിയോടെയാണ് സംഭവം. വീട്ടിൽ അച്ഛനും മകനും മാത്രമാണ് താമസം. മദ്യപിക്കുന്നതിനിടയിൽ ഇവർ തമ്മിൽ തർക്കമുണ്ടാവുകയും മർദ്ദനത്തിൽ ജോയുടെ കഴുത്തിൽ മകൻ ക്രിസ്റ്റി കുത്തുകയുമായിരുന്നു. തുടർന്ന് ക്രിസ്റ്റി തന്നെയാണ് സംഭവം കൊരട്ടി പോലീസിനെ അറിയിച്ചത്. പോലീസ് സ്ഥലത്തെത്തുന്നതിന് മുമ്പ് തന്നെ ജോയ് മരണപ്പെടുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ കേച്ചേരിയിൽ KSRTC കണ്ടക്ടർക്ക് സ്വകാര്യ ബസ് കണ്ടക്ടറുടെ ക്രൂരമർദ്ദനം. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോകുകയായിരുന്ന KSRTC ബസ്സിലെ കണ്ടക്ടറായ കരുനാഗപ്പള്ളി സ്വദേശി രാജേഷ് കുമാറിനാണ് മർദ്ദനമേറ്റത്. ചേട്ടാ വണ്ടിന്ന് പോകൂല. ഹലോ, ചേട്ടാ വണ്ടിന്ന് പോകൂല. ഗ്യാരണ്ടിന്ന് വണ്ടിന്ന് പോകൂല. വണ്ടി ഇവിടെ നിൽക്കും, വണ്ടിന്ന് പോകൂല. ഇവിടെ പോലീസിനോട് ആ വണ്ടിന്ന് പോകൂല, എന്ന് വണ്ടിന്ന് പോകൂല. തോളലിന് പൊട്ടലേറ്റ രാജേഷ് കുമാർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ രാത്രി 9:30യോടെയായിരുന്നു സംഭവം. കേച്ചേരിയിലുണ്ടായ വാഹനക്കുരുക്ക് പരിഹരിക്കുന്നതിനായി രാജേഷ് കുമാർ റോഡിലേക്ക് ഇറങ്ങി ഗതാഗതം നിയന്ത്രിക്കുന്നതിനിടെ സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറായ കാളത്തോട് സ്വദേശി മുഹമ്മദ് സാലിഹുമായി തർക്കമുണ്ടായി. തർക്കം മർദ്ദനത്തിൽ കലാശിക്കുകയായിരുന്നു. സംഘർഷത്തിനിടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാല നഷ്ടപ്പെട്ടതായും ടിക്കറ്റ് മെഷീന് കേടുപാട് സംഭവിച്ചതായും രാജേഷ് കുമാറിന്റെ പരാതിയിൽ പറയുന്നു. കുന്നംകുളം പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലത്ത് നിയന്ത്രണം വിട്ട സ്കോർപിയോ കാർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിലിടിച്ച് മറിഞ്ഞു. കാറിലുണ്ടായിരുന്ന 4 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. ഒറ്റപ്പാലം മുരുക്കുംപറ്റ റോഡ് ജംഗ്ഷന് സമീപത്ത് വെച്ചാണ് പാലപ്പുറം ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ലോറിയിൽ ഇടിച്ചു മറിഞ്ഞത്. പാലപ്പുറം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കാറാണ് അപകടത്തിൽപ്പെട്ടത്. 4 പേരാണ് കാറിലുണ്ടായിരുന്നത്. 4 പേർക്കും പരിക്കേറ്റു. ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല. ഇവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. അതേസമയം കാർ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇടിയുടെ ആഘാതത്തിൽ
റോഡരികിൽ നിർത്തിയിട്ടിരുന്ന റിക്കവറി ലോറിക്കും കേടുപാടുകൾ സംഭവിച്ചു. കാറിന്റെ അമിത വേഗതയാണ് അപകട കാരണമെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ ജോലി ചെയ്തിരുന്ന താൽക്കാലിക ജീവനക്കാരുടെ വേതനം വെട്ടിക്കുറച്ച നടപടിയിൽ ദുരൂഹതയുണ്ടെന്നും തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നും UDF അംഗങ്ങൾ. തന്റെ ദിവസവേതനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നിയമ നടപടി വേണമെന്നും താൽക്കാലിക ജീവനക്കാരിയായിരുന്ന മുണ്ടൂർ സ്വദേശിനി സെക്രട്ടറിക്ക് അയച്ച പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സാമ്പത്തിക തട്ടിപ്പ് ആരോപിച്ച് UDFിലെ 4 അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. 5 വർഷമായി മുണ്ടൂർ സ്വദേശിയായ ഇവർ മണ്ണൂർ പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരിയായിരുന്നു. സർക്കാർ അംഗീകരിച്ച പ്രകാരം ഇവർക്ക് ലഭിക്കേണ്ടത് 710 രൂപയാണെന്നും എന്നാൽ തനിക്ക് ലഭിച്ചത് 600 രൂപ മാത്രമായിരുന്നെന്നും പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. ആദ്യ മാസങ്ങളിൽ 610 രൂപ തൻ്റെ കയ്യിലായിരുന്നു നൽകിയിരുന്നത്. 710 രൂപ ലഭിക്കാത്തതിനെതിരെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും നേരിട്ട് പരാതി പറഞ്ഞതായും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും ആരോപിക്കുന്നു. എന്നാൽ മാസങ്ങൾക്ക് മുൻപ് പുതിയ അസിസ്റ്റന്റ് സെക്രട്ടറി വന്നതോടെ 7 ദിവസത്തെ വേതനം അക്കൗണ്ടിലിട്ടതോടെയാണ് 710 രൂപയാണ് തനിക്കെന്ന് മനസ്സിലായത്. അപ്പോഴാണ് പഞ്ചായത്ത് അധികൃതർ ഇതുവരെ പറഞ്ഞത് കളവാണെന്ന് മനസ്സിലായെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. അധികം തുക കയറിയതോടെ ചില ജീവനക്കാർ 110 രൂപ തിരികെ ആവശ്യപ്പെട്ടത്രേ. താൻ തുക തിരികെ നൽകിയിട്ടില്ലെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു. എന്നാൽ ഇത്രയും വർഷത്തെ 600 കഴിച്ചുള്ള ബാക്കി തുകയായ 100 രൂപ വേണമെന്നാവശ്യപ്പെട്ടതോടെയാണ് തന്നെ താൽക്കാലിക ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതായും പരാതിയിൽ പറയുന്നുണ്ട്. തൻ്റെ ദിവസവേതനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നിയമ നടപടി വേണമെന്നും സെക്രട്ടറിക്ക് അയച്ച പരാതിയിൽ പറയുന്നു. ഇക്കാര്യം അടിയന്തരമായി അന്വേഷിക്കണമെന്നും കൂട്ടുനിന്നവർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് UDF പഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ ഷഫീഖ്, VM അൻവർ സാദിഖ്, സുനിത, റജുല എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധം നടത്തിയത്. ചരിത്രത്തിലില്ലാത്ത വിധം വമ്പിച്ച അഴിമതിയാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഒരു താൽക്കാലിക ജീവനക്കാരിയുടെ വേതനം വെട്ടിക്കുറച്ച് ആ വേതനം പിടിച്ചുവെച്ച് ഇവർ പുട്ടടിച്ചത് മാത്രമല്ല, അത് അന്വേഷിച്ചപ്പോൾ വ്യാപകമായ അഴിമതിയാണ് മണ്ണൂർ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുക എന്നല്ലാതെ വേറൊരു പോംവഴിയും ഇതിനില്ല. 710 രൂപ കൊടുക്കേണ്ട സമയത്ത് വെറും 600 രൂപ കൊടുത്ത് 110 രൂപ കഴിഞ്ഞ 5 വർഷത്തിലധികമായി 7 വർഷത്തോളം തട്ടിയെടുത്ത് 2-3 ലക്ഷത്തിന്റെ അഴിമതിയാണ് മണ്ണൂർ പഞ്ചായത്തിൽ പ്രസിഡന്റ് നേതൃത്വത്തിൽ സെക്രട്ടറി ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാർ ഇവിടെ നടത്തിയിരിക്കുന്നത്. ആ സംഖ്യ ആവശ്യപ്പെട്ടപ്പോൾ അവരെ അവഹേളിക്കുക മാത്രമല്ല, ആ 600 രൂപയ്ക്ക് 2 ആളെ പണിക്ക് വെക്കുവാൻ പറ്റുമെന്നാണ് ഇവിടുത്തെ അക്കൗണ്ടന്റും ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞിരിക്കുന്നത്. ഇതിനെ കൂട്ടുനിന്നിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റാണ്. എന്നാൽ പരാതിയിൽ കഴമ്പില്ലെന്നും ഇക്കാര്യത്തിൽ വ്യാഴാഴ്ച വ്യക്തമായ കണക്കുകളും രേഖകളും സഹിതം മറുപടി പറയുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അമീബിക് മസ്തിഷ്ക ജ്വരം. പാലക്കാട് ജില്ലയിലും കടുത്ത ജാഗ്രത. ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിൽ ജലസ്രോതസ്സുകളുടെ ശുചീകരണത്തിലടക്കം അടിയന്തര ശ്രദ്ധ പതിപ്പിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. ജലമാണ് ജീവൻ ക്യാമ്പയിനിൽ ജില്ലയിലെ ഒട്ടുമിക്ക ജലസ്രോതസ്സുകളും ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഉൾപ്പെടാത്തവയുണ്ടെങ്കിൽ അത് കണ്ടെത്തി ക്ലോറിനേറ്റ് ചെയ്യും. ജലസംഭരണ ടാങ്കുകളും വൃത്തിയാക്കും. ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു. സ്വയം ചികിത്സ പാടില്ല. പനി ലക്ഷണം ഉൾപ്പെടെ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ സേവനം തേടുന്നതാണ് ഉചിതം. പനി, തലവേദന, ഓക്കാനം, ഛർദി, കഴുത്തു തിരിക്കാനുള്ള ബുദ്ധിമുട്ട്, നടുവേദന എന്നിവയാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ. രോഗം ഗുരുതരമായാൽ അപസ്മാരം, ബോധക്ഷയം, പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക തുടങ്ങിയ ലക്ഷണങ്ങളുമുണ്ടാകാം. പനിയില്ലാതെയും അപസ്മാരം, ബോധക്ഷയം എന്നീ ലക്ഷണങ്ങളും കണ്ടുവരുന്നുണ്ട്. ഇത്തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ വിദഗ്ധ ചികിത്സ തേടണം. അടുത്തിടെ കുളത്തിലോ ഇതര ജലാശയങ്ങളിലോ കുളിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യം പ്രത്യേകമായി ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. കെട്ടിക്കിടക്കുന്നതും ശുദ്ധീകരിക്കാത്തതുമായ ജലാശയങ്ങളിൽ മുങ്ങുന്നതും ചാടുന്നതും ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു. നീന്തുമ്പോൾ മൂക്കിലൂടെ വെള്ളം കയറുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ അടിത്തട്ടിലെ ചെളി കലക്കുന്നത് ഒഴിവാക്കണം. ശുദ്ധീകരിക്കാത്ത വെള്ളം ഉപയോഗിച്ച് കുളിക്കുമ്പോഴും മൂക്കിനുള്ളിലേക്ക് വെള്ളം പോകാതെ ശ്രദ്ധിക്കണം. റിസോർട്ടുകൾ, ഹോട്ടൽ, വാട്ടർ തീം പാർക്ക്, നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ ജലം ദിവസവും ക്ലോറിനേറ്റ് ചെയ്യണമെന്നാണ് നിർദ്ദേശം. ജലവിതരണത്തിനും ജലസംഭരണത്തിനും ഉപയോഗിക്കുന്ന ടാങ്കുകൾ 3 മാസത്തിലൊരിക്കലെങ്കിലും വൃത്തിയാക്കണം. ജാഗ്രത പാലിച്ചാൽ
അമീബിക് മസ്തിഷ്ക ജ്വരത്തെ അകറ്റി നിർത്താൻ കഴിയുമെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് STV. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മങ്കര കാളികാവ് ശ്മശാനം റോഡ് തുറന്നുകൊടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഈ മങ്കര പഞ്ചായത്തിലേക്ക് പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പശ്ചാത്തല മേഖലയ്ക്ക് നൽകിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ 10 ലക്ഷം രൂപ ഇവിടെ പറഞ്ഞതുപോലെ ഈ ശ്മശാനം റോഡിലേക്ക് നീക്കി വയ്ക്കുകയും അതിൻ്റെ മുൻ വർഷത്തിൽ അനുവദിച്ച ഒരു 5 ലക്ഷം, അങ്ങനെ 15 ലക്ഷം രൂപയാണ് ഈ റോഡിലേക്ക് നീക്കി വെച്ചത്. അതിന് പുറമെ ഒരു 10 ലക്ഷം ഇലക്ട്രിസിറ്റി ലൈൻ നീട്ടുന്നതിന് വേണ്ടിയും കൊടുത്തിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KR ജിത്തു അധ്യക്ഷത വഹിച്ചു. മങ്കര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രാമചന്ദ്രൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A മല്ലിക, പഞ്ചായത്ത് അംഗങ്ങളായ അനിത, P പാഞ്ചാലി, MV രമേശ്, KL ചന്ദ്രിക, KB വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. ഇതോടെ കാലങ്ങളായുള്ള ജനകീയ ആവശ്യമാണ് പൂർത്തീകരിച്ചത്. ചളിയിലൂടെ ദുരിതം പേറിയായിരുന്നു മൃതശരീരം പോലും കൊണ്ടുപോയിരുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ബാലഗോകുലം കുളപ്പള്ളി മണ്ഡലം ആഘോഷ സമിതി ശ്രീകൃഷ്ണ ജയന്തി പതാക ദിനം ആചരിച്ചു. ആഘോഷ സമിതി കോശാധ്യക്ഷൻ രവീന്ദ്രൻ കല്ലിപ്പാടം പതാക ഉയർത്തി. ഗ്രാമം തണലൊരുക്കട്ടെ, ബാല്യം സഫലമാകട്ടെ എന്ന സന്ദേശമുയർത്തിയാണ് ഈ വർഷം ബാലഗോകുലം ശ്രീകൃഷ്ണ ജയന്തി കൊണ്ടാടുന്നത്. ബാലഗോകുലം കുളപ്പള്ളി മണ്ഡലം ആഘോഷ സമിതിയുടെ നേതൃത്വത്തിലാണ് കുളപ്പള്ളിയിൽ പതാക ദിനം ആചരിച്ചത്. കോശാധ്യക്ഷൻ രവീന്ദ്രൻ കല്ലിപ്പാടം പതാക ഉയർത്തി. ആഘോഷ പ്രമുഖ സുരേഷ് ബാബു കണയം, ആഘോഷ സമിതി അംഗങ്ങളായ ബാബു പാലാങ്കുളങ്ങര, ഹരീഷ് കുളപ്പള്ളി എന്നിവർ പങ്കെടുത്തു. സെപ്റ്റംബർ 14 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ കണയം, കുളപ്പള്ളി, കല്ലിപ്പാടം ഭാഗങ്ങളിൽ നിന്നായി എത്തുന്ന 21 ശോഭായാത്രകൾ കുളപ്പുള്ളിയിൽ സംഗമിക്കും. തുടർന്ന് മഹാശോഭായാത്രയായി പറക്കുട്ടിക്കാവിൽ സമാപിക്കുമെന്ന് ആഘോഷ പ്രമുഖ് സുരേഷ് ബാബു കണയം അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ ഹോം സ്റ്റേ ആക്രമിച്ച് കാട്ടാന. പുലർച്ചെ 2 മണിയോടെ വെറ്റിലപ്പാറ ഹോളി ഏഞ്ചൽസ് സ്കൂളിന് സമീപമുള്ള ഹോം സ്റ്റേയുടെ മതിലാണ് കാട്ടാന തകർത്തത്. അകത്തു കടന്ന കാട്ടാന പരിസരത്തുള്ള കാർഷിക വിളകൾ മുഴുവൻ നശിപ്പിച്ചു. പാലക്കാട് യാക്കര സെന്റ് മേരീസ് ഓർത്തഡോക്സ് സഭയെ മഹാ ഇടവകയായി ഉയർത്തി. സഭയുടെ സാമൂഹിക ഭദ്രാസന പ്രതിബദ്ധത കണക്കിലെടുത്താണ് മഹാ ഇടവകയായി ഉയർത്തിയതെന്ന് ഫാദർ ബിനു ജോർജ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 14-നാണ് പ്രഖ്യാപനം. ചരിത്ര രേഖകൾ പ്രകാരം 1891 മുതൽ കുടിയേറിയ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ചേർന്നാണ് യാക്കര സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് രൂപീകരിച്ചത്. മലബാർ ഭദ്രാസനത്തിന് കീഴിലെ പ്രധാന ക്രിസ്ത്യൻ പള്ളിയായ യാക്കര ചർച്ചിനെ മഹാ ഇടവകയാക്കാനുള്ള തീരുമാനം രൂപം കൊണ്ടത് പ്രവർത്തന മൂല്യം പരിഗണിച്ചാണ്. 14-ന് മലബാർ ഭദ്രാസന മെത്രാപ്പൊലീത്ത വർഗീസ് മാർ പക്കോമിയോസ് മഹാ ഇടവകയായി പ്രഖ്യാപിക്കും. ഇതിന് മുമ്പുള്ള ദിവസങ്ങളിൽ പ്രാർത്ഥന, മുൻ വികാരികളെ ആദരിക്കൽ, തിരുനാൾ ആഘോഷം എന്നിവ നടക്കുമെന്നും ഫാദർ ബിനു ജോർജ് പറഞ്ഞു. അങ്ങനെ ജൂലൈ മാസത്തിൽ കൂടിയ പരിശുദ്ധ സുനോദോസ് ഐക്യകണ്ഠേന ജൂലൈ മാസത്തിൽ കൂടിയ സുനോദോസ് പാലക്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ദേവാലയത്തെ സെന്റ് മേരീസ് ഓർത്തഡോക്സ് മഹാ ഇടവക പാലക്കാട് എന്ന് പറഞ്ഞ് ഔദ്യോഗികമായിട്ട് അതിന്റെ പ്രഖ്യാപനം നടത്തുവാൻ വേണ്ടി പരിശുദ്ധ ബാബാ തിരുമനസ്സുകൊണ്ട് ഓഗസ്റ്റ് മാസം 8-ാം തീയതി ഒരു കൽപ്പന ദേവാലയത്തിലേക്ക് അയച്ചു. അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഞാൻ ഓർപ്പിച്ചല്ലോ. 13-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് ഇവിടെ ആരാധന തുടങ്ങുന്നത് 13-ാം തീയതി തലേദിവസം വിശുദ്ധ കുർബാന ഉള്ളതുകൊണ്ട് സന്ധ്യാപ്രാർത്ഥനയോട് ചേർന്ന് 13-ാം തീയതി വൈകിട്ട് ട്രസ്റ്റി PS സിംസൺ, മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ മാത്യൂസ് ഫിലിപ്പ്, റോഷൻ ചെറിയാൻ, രാജു മാത്യു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ 2021-25 ബിടെക് ബാച്ചിന്റെയും 2023-25 എംടെക് ബാച്ചിന്റെയും ഗ്രാജുവേഷൻ സെറിമണി നടന്നു. AICTE ഓൾ ഇന്ത്യ കൗൺസിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അഡ്വൈസർ ഡോക്ടർ രമേശ് ഉണ്ണികൃഷ്ണൻ ന്യൂഡൽഹി ഉദ്ഘാടനം ചെയ്തു. എൻ്റെ ടീച്ചർമാർ ഏത് രീതിയിലായിരുന്നു പഠിപ്പിച്ചിരുന്നത് അതേ രീതിയിൽ തന്നെയായിരുന്നു പഠിപ്പിക്കേണ്ടിയിരുന്നത്. ഞാൻ വെച്ചിരുന്ന നോട്ട് മാത്രം അദ്ദേഹത്തിന് എനിക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കാനായിട്ട്. കാരണം ഇറ്റ് വാസ് വെരി സിമ്പിൾ. അന്ന് ഇൻഡസ്ട്രിയും വാട്ട് വി ലേൺഡ് ഇൻ ദ ക്ലാസ് ആൻഡ് വാട്ട് വാസ് ഹാപ്പനിങ് ഇൻ ദ ഇൻഡസ്ട്രി ദർ വാസ് നോ മച്ച് ചേഞ്ച്. നമുക്ക് ഡയറക്റ്റ്ലി പോയി ഒരു ചെറിയ ട്രെയിനിങ്ങിൽ വി ഷുഡ് ഹാവ് ഡയറക്റ്റ്ലി ഗോട്ട് അഡോപ്റ്റഡ് ടു ദ ഇൻഡസ്ട്രി. പക്ഷേ ഇന്നിപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 25 years or 28 years it has made a very drastic change. ഇന്ന് നിങ്ങൾ ക്ലാസ് റൂമിൽ ബേബി മലബാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്നും കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഡിഗ്രിയോടുകൂടി വെൻ യു ആർ ഔട്ട് ടു ദ ജോബ് മാർക്കറ്റ്. കോളേജ് ചെയർമാൻ KS അംസ അധ്യക്ഷത വഹിച്ചു. മുഖ്യാതിഥിയായി യാങ്പു യൂണിവേഴ്സിറ്റി
പാർട്ണർ ഡോക്ടർ സമീർ ഗർഗാനിസ് പങ്കെടുത്തു. അക്കാദമിക് ടീം ഡോക്ടർ ബിച്ചു ബാബു വിദ്യാർത്ഥികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കോളേജിലെ വിവിധ വകുപ്പിലെ HODമാരായ കെ വിനീത, PV ഷാജഹാൻ, കെ അനിത, ഡോക്ടർ വിനോദ് കണ്ണ തുടങ്ങിയവർ സംസാരിച്ചു. കോളേജ് അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ TM മൻസൂർ അലി സ്വാഗതവും പ്രൊഫസർ PV ഷാജഹാൻ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും ബന്ധുമിത്രാദികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. BMS അമൃതാദേവി പരിസ്ഥിതി പുരസ്കാരം M. ശ്യാംകുമാറിന് 1,00,000 ലക്ഷം രൂപയും ഫലകവും ഉൾപ്പെട്ട പുരസ്കാരം സെപ്റ്റംബർ 12 സമ്മാനിക്കുമെന്ന് BMS സംസ്ഥാന ട്രഷറർ C. ബാലചന്ദ്രൻ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. BMSന്റെ സാമൂഹിക പാരിസ്ഥിതിക പ്രതിബദ്ധത ഉയർത്തിക്കാണിക്കുന്നതാണ് 2023 മുതൽ ഏർപ്പെടുത്തിയ അമൃതദേവി പുരസ്കാരമെന്ന് C. ബാലചന്ദ്രൻ പറഞ്ഞു. 25,000 രൂപയും ഫലകവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് പുരസ്കാരത്തിനർഹനായ കരിപ്പിൻകുളങ്ങര സ്വദേശി M. ശ്യാംകുമാർ. ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലാണ് അദ്ദേഹം പരിസ്ഥിതി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. പുരസ്കാരം സെപ്റ്റംബർ 12 സമ്മാനിക്കുമെന്നും ബാലചന്ദ്രൻ അറിയിച്ചു. 25,000 രൂപയും പ്രശസ്തി പത്രവും ഒരു ശില്പവും ഇതാണ് അവാർഡ് കൊടുക്കുക. കഴിഞ്ഞ 2 വർഷങ്ങളിലും ഒരു വർഷം എറണാകുളത്തും തിരുവനന്തപുരത്തും ഇപ്പോൾ പാലക്കാട്. ഭാഗ്യവശാൽ പാലക്കാട്ടുകാർ തന്നെ, സാധാരണ അവാർഡ് ജില്ലക്കാർ കിട്ടാറില്ല. ഭാഗ്യവശാൽ പാലക്കാട് ജില്ലക്കാരനായ ആളുകൾക്ക് തന്നെയാണ് പാലക്കാട് വെച്ച് നടക്കുമ്പോൾ അവാർഡ് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. രാജ്യസഭാ MP സദാനന്ദൻ മാസ്റ്ററാണ് അതിൻ്റെ ഉദ്ഘാടനം. 12 വൈകിട്ട് 4 മണിക്ക് അശ്വതി കല്യാണ മണ്ഡപത്തിൽ വെച്ച്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്യാമ നിരവധി അവാർഡുകൾ വാങ്ങിച്ചിട്ട് അതിൽ ചിലതൊക്കെ നിങ്ങളുടെ കുറിപ്പിലുണ്ടാവും. അതല്ലാത്തതിനും ഞാൻ 1-2 കാര്യങ്ങളൊക്കെ വായിക്കാം. നിരവധി അവാർഡുകൾ വാങ്ങിച്ചിട്ടുണ്ട് അദ്ദേഹം. BMS പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം, സെക്രട്ടറി K. രാജേഷ്, V. ശിവദാസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാറ്റുലി ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിന് തുടക്കമായിരിക്കുകയാണ്. ടൂർണമെന്റിൽ ഇന്ത്യയുടെ ജയസാധ്യത വിലയിരുത്തുകയാണ് ക്രിക്കറ്റ് ആരാധകർ. മാറ്റുലി കാണാം. ഇത്തവണ എന്തായാലും ശുഭ്മാൻ ഗില്ലിൻ്റെ ഒരു വൈസ് ക്യാപ്റ്റൻസി കൂടി നമുക്ക് വരുന്നുണ്ട്. ഗില്ല് തിരിച്ചെത്തി ടീമിൽ. അപ്പോൾ അതുപോലെ തന്നെ സൂര്യകുമാർ യാദവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ ഇറങ്ങുകയാണ്. പാകിസ്ഥാനുമായിട്ടുള്ള ഒരു വാശിയേറിയ പോരാട്ടം എന്തായാലും ഇത്തവണ ഉണ്ടാവും. കപ്പ് എന്തായാലും നമ്മൾ നിലനിർത്തുന്നത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് സഞ്ജു സാംസൺ ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലേയിങ് 11ലും സാംസനെ ഇടം കിട്ടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്തായാലും നമുക്ക് എല്ലാ സപ്പോർട്ടും സാംസണിനും ഇന്ത്യക്കും നമുക്ക് കൊടുക്കാം. നമ്മൾ തന്നെ ഇത്തവണയും ഏഷ്യാകപ്പ് നേടും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളം കസ്റ്റഡി മർദ്ദനം. സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധം. പോലീസിലെ ക്രിമിനലുകളെ പിരിച്ചുവിടണമെന്ന ആവശ്യം. ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയമെന്ന് നേതാക്കൾ. പോലീസിനെതിരെ കൂടുതൽ ആരോപണവുമായി KPCC വക്താവ് സന്ദീപ് വാര്യർ. BJP പ്രാദേശിക നേതാവിനെ ക്രൂരമായി മർദ്ദിച്ച കേസ് പോലീസ് പണം നൽകി അട്ടിമറിച്ചെന്ന് ആരോപണം. കൊരട്ടിയിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിൽ മകൻ അച്ഛനെ കുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് ആറ്റപ്പാടം എലിസബത്ത് നഗറിൽ കരിയാട്ടി ജോയ്. മകൻ ക്രിസ്റ്റി അറസ്റ്റിൽ. തൃശൂർ കേച്ചേരിയിൽ KSRTC കണ്ടക്ടർക്ക് സ്വകാര്യ ബസ് കണ്ടക്ടറുടെ ക്രൂരമർദ്ദനം. ഒറ്റപ്പാലത്ത് വാഹനാപകടത്തിൽ 4 പേർക്ക് പരിക്ക്. ഷൊർണൂർ കുളപ്പുള്ളി റോഡ് തകർച്ച. കോൺഗ്രസ് പ്രവർത്തകർ ഷൊർണൂർ PWD അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു. പാതയുടെ തകർച്ചയ്ക്കും പൊടിശല്യത്തിനും ഉടൻ പരിഹാരം കാണണമെന്ന് ആവശ്യം. സമരം അവസാനിപ്പിച്ചത് വ്യാഴാഴ്ച പ്രവൃത്തി ആരംഭിക്കുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയ ഉറപ്പിനെ തുടർന്ന്. ഒറ്റപ്പാലം നഗരസഭയിലെ അന്തിമ വോട്ടർ പട്ടികയിൽ കരട് പട്ടികയിലേക്കാൾ ക്രമക്കേടുകളെന്ന് മുസ്ലിം ലീഗ്. കരട് പട്ടിക പ്രസിദ്ധീകരിച്ച വേളയിൽ ചൂണ്ടിക്കാട്ടിയ ന്യൂനതകൾ ഒന്നും പരിഹരിച്ചില്ല. നഗരസഭാ സെക്രട്ടറി CPM-ന് വേണ്ടി വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിയെന്നും ആരോപണം. മണ്ണൂരിൽ താൽക്കാലിക ജീവനക്കാരുടെ വേതനം വെട്ടിക്കുറച്ച നടപടിയിൽ ദുരൂഹത ആരോപിച്ച് ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ UDF മെമ്പർമാരുടെ പ്രതിഷേധം. അമീബിക് മസ്തിഷ്ക ജ്വരം. പാലക്കാട് ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം. ജില്ലയിൽ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ജാഗ്രത അനിവാര്യമെന്ന് ആരോഗ്യവകുപ്പ്. സ്വയം ചികിത്സ അരുത്. പനി ലക്ഷണം ഉൾപ്പെടെ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ സേവനം തേടണം. വെള്ളം കെട്ടിക്കിടക്കുന്നതും ശുദ്ധീകരിക്കാത്തതുമായ ജലാശയങ്ങളിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.